നമസ്തേ. സന്ദേശമാല കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടാനിഷ്ടങ്ങളെ നിയന്ത്രിക്കാനും ക്രമേണ അതിനെ അതിജീവിക്കാനും ഈശ്വരരക്ഷയ്ക്ക് വഴങ്ങാനും നമ്മൾ തയ്യാറാവണം. ജീവിതത്തിൻ്റെ അർത്ഥവും ആഴവും അറിയാനുള്ള മാർഗമാണ് അനുഭവങ്ങൾ. നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം ആഗ്രഹങ്ങളുടെ എണ്ണം കൂടിയാൽ മനോനില തന്നെ തകരാറിലാകും. ഒരു വസ്തുവിനോടുള്ള അമിത മമത മറ്റുള്ളവർക്ക് നമ്മളെ ചൂഷണം ചെയ്യാനുള്ള വഴിയാകും. ആഗ്രഹങ്ങൾക്ക് അന്തമില്ല. അതൊന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. അതൊരിക്കലും നമ്മെ പൂർണ്ണതയിലെത്തിക്കില്ല. നമുക്ക് ജ്ഞാനമില്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വസ്തു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ദുഃഖം തന്നെയായിരിക്കും ഫലം. തീയുണ്ടെങ്കിൽ പുകയുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ ദുഃഖവും ഉണ്ട്. സൂര്യനും അതിൻ്റെ ചൂടും പോലെയാണ്. വലിയ നിലയിൽ കഴിയണം എന്ന ആഗ്രഹത്താൽ വലിയ ബിസിനസ്സിന് ഇറങ്ങി പുറപ്പെട്ടു. ഒരു പരിചയമില്ലാത്ത ബിസിനസ്. മറ്റുള്ളവരൊക്കെ ഈ ബിസിനസ് കൊണ്ട് ധാരാളം സമ്പാദിക്കുകയും ഉന്നത സ്ഥാനത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അതിനെക്കുറിച്ച് ഒരറിവുമില്ലാതെ തുടങ്ങിയാൽ അത് പരാജയപ്പെടുകയല്ലേ ചെയ്യുക. അത് ദുഃഖത്തിന് കാരണമായി. മറിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിയായി ജീവിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയ്ക്ക് വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. ജീവിത സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. അതാണ് ജീവിതം. അത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. സുഖം മാത്രമായോ അല്ലെങ്കിൽ ദുഃഖം മാത്രമായോ ഒരു ജീവിതം ആർക്കും ഉണ്ടാകില്ല. ഏതിനും ഒരു സമയമുണ്ട്. ചില ദശാസന്ധികളിൽ എന്ത് തുടങ്ങിയാലും നഷ്ടത്തിലേ കലാശിക്കും. അതോർത്ത് തളർന്നിട്ട് ഒരു കാര്യമില്ല. കുത്തിരുന്ന് കരഞ്ഞ് ആയുസ്സും ആരോഗ്യവും നഷ്ടമാക്കരുത്. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തൊരിക്കലും വിഷമിക്കരുത്. കഴിഞ്ഞത് തന്നെയാണ്. ഒരു മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ ആ മഴയെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പം പിടിച്ചു വെക്കണമായിരുന്നു വെള്ളം. ഇനി അടുത്ത മഴ വരുമ്പോൾ നോക്കുക. കഴിഞ്ഞതിനെ ഓർത്ത് അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? കഴിഞ്ഞതിനെക്കുറിച്ച് ഓർക്കുന്നത് ശവത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് പോലെയാണ്. പോയ കാലം പോയത് തന്നെയാണ്. അതൊരിക്കലും തിരിച്ചു വരില്ല. ഇന്ന് പലരും കഴിഞ്ഞ കാലത്തെ ഓർത്ത് സങ്കടപ്പെടുന്നു. എന്തിന്? പഠിക്കുന്ന സമയത്ത് നല്ലതുപോലെ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അന്ന് അധ്യാപകരെയും രക്ഷിതാക്കളെയും എതിർത്ത്, എന്നിട്ടിപ്പോൾ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? തിരിച്ചു വരുമോ ആ കാലം? അച്ഛനും അമ്മയും മകൻ നല്ലൊരു വിവാഹം കഴിച്ച് കൊടുത്തു. അവളുമായി സുഖജീവിതം നയിക്കുന്നതിന് പകരം എന്തിനും ഏതിനും വഴക്കുണ്ടാക്കി സദാസമയവും പിണങ്ങിക്കഴിഞ്ഞു. ഒരു നേരം പോലും ഇണങ്ങിക്കഴിയാൻ രണ്ടു പേർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ പിരിയേണ്ടി വന്നു. ഇപ്പം അതോർത്ത് ദുഃഖിക്കുന്നു. അന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? ഈ അവസ്ഥ വരുമായിരുന്നില്ലല്ലോ എന്ന് ഇപ്പം ചിന്തിച്ചിട്ട് എന്താ കാര്യം? ഈ കൂട്ടർ ദുഃഖത്തെ വില കൊടുത്ത് വാങ്ങുന്നവരാണ്.
സുഖത്തിലും ദുഃഖത്തിലും മനുഷ്യർ സ്ഥിരചിത്തരായിരിക്കണം. സുഖത്തിൽ മതിമറന്ന് സന്തോഷിക്കുകയോ ദുഃഖത്തിൽ തളർന്നു പോവുകയോ ചെയ്യരുത്. രണ്ടും അവിടുത്തെ ഇച്ഛയായി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ദുഃഖവും അവിടുത്തെ അനുഗ്രഹമായി കരുതുക. നടക്കുമ്പോൾ കാലിനൊരു മുള്ളു തട്ടിയാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ച് നടക്കും. അതിനപ്പുറത്തുള്ള വലിയ കുഴിയിൽ വീഴാതെ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പം ആ മുള്ളു കുത്തിയത് നല്ലതിനായിരുന്നില്ലേ? ഈശ്വരൻ ദുഃഖം തരുന്നത് നമ്മെ രക്ഷിക്കാനാണ്. യഥാർത്ഥ ഈശ്വരവിശ്വാസി ദുഃഖത്തിലും അവിടുത്തെ പാദത്തെ മുറുകെ പിടിക്കും. സുഖം തരണേ എന്ന് അവർ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല. എങ്കിലും ദുഃഖിക്കുന്നവൻ നമ്മുടെ അടുത്ത് വന്നാൽ അവർക്ക് നമ്മൾ ആശ്വാസം നൽകണം. നല്ല രണ്ട് വാക്ക് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അപ്പോഴാണ് നാം മനുഷ്യനാകുന്നത്. അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കാം.